അർദ്ധവാർഷിക പരീക്ഷ 4ാം ക്ലാസ് ഫിഖ്ഹ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപകാരപ്രദമെന്ന് പറയാൻ കാരണം പരീക്ഷയ്ക്ക് നിർണയിച്ച എല്ലാ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരം പറഞ്ഞുകൊണ്ട് നമ്മളിതിൽ പരിശോധിക്കുന്നുണ്ട്. ഒരു തവണ നിങ്ങൾ കേട്ട് കഴിയുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും. മുഴുവനായി പഠിച്ചാൽ ഉറപ്പായും ഫുൾ മാർക്ക് നേടാൻ കഴിയും. നമുക്ക് ആദ്യം ഒരു ചോദ്യപേപ്പർ ഉത്തരസഹിതം ഒന്ന് വായിക്കാം. അതിനുശേഷം മറ്റൊരു പേപ്പറും ഉണ്ട്, വളരെ യൂസ്ഫുള്ളാണ്, മാർക്ക് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് യോജിച്ചത് ചേർക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. എന്തൊക്കെയെന്ന് വായിക്കാം. 4 ചോദ്യങ്ങളാണ് അതിലുള്ളത്. അതിൻ്റെ ഉത്തരം അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം. 6, 2, നായ, എല്ല് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോദ്യം വായിക്കാം. മുഅല്ലദ് ഏതാണ്? ഇതിൽ നായയാണ്, മുഅല്ലദായ നജസാണ്. ശൗച്യം ചെയ്യൽ ഹറാമായ കാര്യം ഏതാണ്? എല്ലാണ്. അതുപോലെ തന്നെ വുളൂഇൻ്റെ ഫർള് എത്രയാണ്? 6 അതിനോട് യോജിച്ചത്. കുളിയുടെ ഫർളിനോട് യോജിച്ചത് ഏതാണ്? 2. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2 എഴുതാം എന്നുള്ള ചോദ്യമാണ്. അതിലാദ്യം ചോദിച്ചിട്ടുള്ളത് കുളിയുടെ സുന്നത്തുകളാണ്. ഏതൊക്കെയാണ് കുളിയുടെ സുന്നത്തുകൾ? തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക, കുളിയുടെ മുമ്പായി വുളൂ ചെയ്യുക, കുളി കഴിഞ്ഞ ഉടനെ വുളൂവിന് ശേഷമുള്ള ദുആ ചെയ്യുക. നിർബന്ധമായും ഇതിൽ നിന്ന് ചുരുങ്ങിയതൊരു 3 നമ്മൾ പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾക്ക് ഉത്തരമായോ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനോ പൂരിപ്പിക്കാനോ മറ്റൊക്കെ ചോദിക്കാവുന്നതാണ്. പ്രത്യേകം ഇമ്പോർട്ടൻ്റായി കണ്ടുകൊണ്ട് പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തത് പ്രായപൂർത്തിയുടെ അടയാളങ്ങളിൽ നിന്ന് 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പുസ്തകത്തിൽ 3 പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കട്ടിങ്ങാണ് അവിടെ കൊടുത്തത്. 15 വയസ്സ് പൂർത്തിയാവുക, 1. മനീ പുറപ്പെടുക, 2. ഹൈള് ഉണ്ടാവുക. ഇതൊക്കെ പ്രായപൂർത്തിയുടെ അടയാളങ്ങളാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടവ. ഫാത്തിഹയിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഷദ്ദുകൾ ശ്രദ്ധിക്കണം, മദ്ദുകൾ, ഹറഫുകൾ, മഖ്റജുകൾ, തെർത്തീബ്. ഇതൊക്കെ ഷദ്, മദ് അതൊക്കെ നമ്മൾ പറയില്ലേ, ഷദ്, മദ്, ഹറഫ് അതൊക്കെ നമ്മുടെ വായിൽ വേഗം വരുന്നതാണ്. അപ്പോൾ ഷദ്, മദ്, ഹറഫ് ഇത് 3 ചുരുങ്ങിയത് പഠിച്ചു വെക്കുക. പിന്നെ മഖ്റജുകൾ, തെർത്തീബ് ഇതൊക്കെ ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം വ്യക്തമാക്കാം എന്നുള്ളതിൽ 3 ചോദ്യം വന്നിട്ടുണ്ട്. അത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. വ്യക്തമാക്കാം എന്നുള്ളതിൽ ആദ്യം തൊഹൂറാണ്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് തൊഹൂറായ വെള്ളം എന്ന് പറയുന്നത്. ഇപ്പോൾ തൊഹൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതും എന്ന് എഴുതണം. ഇനി തയമ്മും എന്നാണ് ചോദിച്ചതെങ്കിലോ നിയ്യത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ്. നിയ്യത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. ഇനി എഴുത്തിദാല് എന്തെന്ന് വ്യക്തമാക്കാൻ പറഞ്ഞാലോ റുക്കൂഇൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിദാല്. റുക്കൂ കഴിഞ്ഞിട്ടാണല്ലോ എഴുത്തിദാല്. ആ റുക്കൂഇൻ്റെ മുമ്പുണ്ടായിരുന്നത് ഏതായിരുന്നു? നൃത്തമായിരുന്നു, കിയാമായിരുന്നു. ആ കിയാമിലേക്ക് തന്നെ മടങ്ങിയാൽ മതി, എന്നാൽ എഴുത്തിദാലാവും. ഇതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യമാണ്. അതിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് കാണാം റുക്കൂ എന്നാൽ എന്ത് എന്നാണ്. 2 ഉള്ളൻ കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കൂ. 2 ഉള്ളൻ കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കൂ. പഠിച്ചു വെക്കുക. ഇനി ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ നിർബന്ധമായ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണ് അഥവാ ഏത് നിസ്കാരമാണെന്നും ഫർളാണെന്നും കരുതൽ നിർബന്ധമാണ്. ഇനി ലഹരി ദ്രാവകങ്ങൾ ശുദ്ധമാവും എങ്ങനെയാണ്? ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും നായ, പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോല് ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാവുമെന്ന് പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിലുണ്ട്
ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടാണ് ശുദ്ധിയാവുക. ഇനി അടുത്തത്, നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ കിബിലക്ക് മുന്നിടണം. എന്തുകൊണ്ട്? നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടണം. അപ്പോൾ നിന്ന് നിസ്കരിക്കുന്നവൻ എന്തുകൊണ്ടാണ്? നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടണം. അടുത്തത്, മുസ്താമിൽ എന്നാൽ എന്ത് എന്നാണ്. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനാണ് മുസ്താമിൽ എന്ന് പറയുന്നത്. ഫർളിൽ ഉപയോഗിച്ച വെള്ളം എന്ന് എഴുതിയാലും കുറച്ച് മാർക്ക് കിട്ടും. എന്നാലും ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്താമിൽ എന്ന് പറയും. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം? നമുക്കറിയാം, സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്നാണ്. ഖലാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏതാണ്? ഖലാ വീട്ടാൻ പാടില്ലാത്തത് ഹൈലോ നിഫാസോ ഉള്ള അവസരത്തിലെ നിസ്കാരമാണ് ഖലാ വീട്ടാൻ പാടില്ലാത്തത്. ഇനി അവസാനം ഒരു പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യമുണ്ട്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവനിക്ക് നിസ്കാരം ഇല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഒന്ന് വായിക്കാം. അതിലൊന്നാമത്തത് ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ്. ഇതിൽ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ പഠിക്കുക. ഒന്ന്, തോഹിർ. തോഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതും. അതേതാണ്? ഇതിൽ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം സ്വയം ശുദ്ധി ഉണ്ടാവും. മുഅല്ലദ് ഏതാണ്? നായ. അത് നേരത്തെ ചോദ്യത്തിലും ഉണ്ട്. പിന്നെ ശൗച്യം ചെയ്യൽ ഹറാമായ വസ്തു ഏതാണ്? എല്ലാണ്. പിന്നെ കുളിയുടെ ഫറലുകൾ എത്രയാണ്? 2 ഫാത്തിഹയിൽ ഷദ്ദുകൾ എത്രയാണ്? 14. ഇനി 6 ഒരു തയമ്മം കൊണ്ട് നിസ്കരിക്കാം, ഒരു ഫറല്. ഇനി 2 തെറ്റുകൾ ശരിയാക്കാം എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം. ചെറിയ അശുദ്ധിയെ ഉയർത്താൻ വുളൂ ചെയ്യണം എന്നാണ് ശരി. ഖുർആൻ ഓതാൻ വുളൂ നിർബന്ധമാണ്. നിർബന്ധമല്ല, ഖുർആൻ ഓതാൻ വുളൂ സുന്നത്താണ്. ഖുർആൻ തൊടാനും ചുമക്കാനുമാണ് വുളൂ നിർബന്ധം. 3 പുറപ്പെട്ട വസ്തു നനവില്ലെങ്കിൽ ശൗച്യം ചെയ്യൽ വാജിബാണ്. പുറപ്പെട്ട വസ്തു നനവില്ലെങ്കിൽ ശൗച്യം ചെയ്യൽ സുന്നത്താണ് എന്നാണ് ശരി. 4 8 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സായ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നാണ് ശരിയായത്. ഇനി വ്യക്തമാക്കാമെന്നുള്ളതാണ്. തഹൂർ, നിഫാസ്, തയമ്മുമാണ്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതും. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് ശേഷം 15 ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ്. തയമ്മമോ നിയ്യത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മം. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ചോദ്യം വരുന്ന രൂപം നമുക്ക് മനസ്സിലായി. മറ്റൊരു കുറച്ച് ചോദ്യങ്ങളും കൂടെ ഉണ്ട്, വായിക്കുന്നില്ല, നിങ്ങളത് നോക്കിയെടുക്കുക. അതിലും ആവർത്തിച്ച് പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് പരീക്ഷയ്ക്ക് നിർണയിച്ച എല്ലാ പാഠങ്ങളും നന്നായി പഠിക്കുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, പ്രത്യേകിച്ച് ഇതിൽ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും പഠിച്ച് എന്ന് ഉറപ്പുവരുത്തുക. ഒരു തവണ കേട്ടിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു തവണ കേട്ടിട്ട് എല്ലാം പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇതിൽ മുഴുവൻ മാർക്കും നേടാൻ കഴിയും. അല്ലാഹു തആല ഉന്നതമായ വിജയം എല്ലാവർക്കും നൽകട്ടെ. ഇത് നമ്മുടെ അവസാനത്തെ പരീക്ഷയാണ്. നിങ്ങൾക്കൊക്കെ ചാനലിലെ വീഡിയോകളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി, കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഇനിയും വെറും ക്ലാസ്സുകളും പരീക്ഷകളുമായി നമുക്ക് വീണ്ടും കാണാം. അതോടൊപ്പം ഉസ്താദിന് വേണ്ടി നിങ്ങളെല്ലാവരും നന്നായി ദുആ ചെയ്യണമെന്നുകൂടെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും.